ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗർ പാത്തു. അപ്പോൾ വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആദ്യം തന്നെ പറയട്ടെ, എല്ലാവരും സേഫായിട്ട് സെറ്റായിട്ട് ഇരിക്കുക. കാരണം നമ്മളുടെ നാട്ടിൽ നിപ്പ വൈറസ് ആകെ പരക്കുന്നുണ്ട്. മഞ്ചേരി ആനക്കയം ആ ഒരു പഞ്ചായത്താണ്. അപ്പോൾ മഞ്ചേരി മലപ്പുറം ഏരിയയിലുള്ളവർ എന്തായാലും സേഫായിട്ട് കെയർ ആയിട്ട് ഇരിക്കാം. സോ ഇന്ന് നമുക്കൊരു വർക്ക് ഉണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഈ നേരം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഹെവി ആയിട്ട് മേക്കപ്പ് ഇടാനോ ഇവൻ എനിക്ക് ലിപ്സ്റ്റിക് ഇടുന്ന പോലും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ വീട്ടിലാരും നീച്ചിട്ടില്ല, ഞാൻ മാത്രമേ നീച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് പോകാനുള്ള വണ്ടി ഇപ്പം എത്തും. ബ്രൈഡും വരുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വർക്കിൽ. അതാണ് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വർക്കിലത്തെ ബ്രൈഡും വരുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് പോയാലോ, ഒരു കുട്ടി വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. 2 മണി 3 മണി വരെ മൊബൈൽ കളിക്കും, എന്നിട്ട് 3 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. അത് ഡൈനിങ് ഹാളിലാണ് കേട്ടോ അവൻ കിടക്കുക. എന്താല്ലേ മരവാഴ. ഓക്കെ, അപ്പം ഇനി നമുക്ക് പോവാം കേട്ടോ. ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മിമ്മി ഞാൻ നീച്ച ടൈമിൽ മിമ്മി നീച്ചിട്ട് മിമ്മിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു, ഞാൻ ചായ കുടിച്ച ടൈമിൽ കേട്ടോ. അപ്പം ഇനി നമുക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ. അപ്പോൾ അതാ ഞാൻ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഓട്ടോയിലാണ് കൊടുന്നത്. എത്തിയിട്ടുണ്ട്. ഓള് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം ഞാൻ ജസ്റ്റ് ഓളെ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു കളർ ലെഹങ്ക ഉണ്ട് ഓള് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഈ ഒരു മേക്കപ്പിൻ്റെ ഷോർട്ട്സ് ഇട്ട ടൈമിൽ എന്നോട് കുറേ പേര് പറഞ്ഞു ഹിജാബ് പോരാ, മേക്കപ്പ് പോരാ. ആക്ച്വലി നമ്മൾ ഓരോ വർക്ക് അതായത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓൾക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബ്രൈഡ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ എടുക്കുന്ന ഓർണമെൻറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന കോസ്റ്റ്യൂം ഒക്കെ മേക്കപ്പിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മേക്കപ്പിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോസ്റ്റ്യൂം, ബ്രൈഡൽ റെൻ്റൽ ഓർണമെൻറ്റ്സ്, അതുപോലെ തന്നെ സ്കാർഫ് ഒക്കത്തിലും അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഞങ്ങളെ കുറ്റം പറയാം. ശരിയാണ്, എന്തെങ്കിലും തെറ്റും കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ഇനി ഉള്ള വർക്കിൽ റെഡിയാക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ മിച്ചറും ചായയും കുടിക്കുകയാണ്. ചെന്നപ്പോൾ തന്നെ മിച്ചറും ചായയും കിട്ടിയിട്ടോ എനിക്ക്. പിന്നെ ഇതാ എന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറേ പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. പിന്നെ ഞാനൊരു ഷോർട്ട്സ് ഇട്ട ടൈമിൽ എന്നോട് ചോദിച്ചു ചുണ്ടെന്താ വെള്ള കളറെന്ന്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വിറ്റാമിൻ്റെയും അതുപോലെ തന്നെ ബ്ലഡിൻ്റെയും നല്ല കുറവുണ്ട്. ഒരു രോഗമായിട്ടില്ല, പക്ഷേ അതുണ്ട്. ഞാൻ ഇപ്പോൾ മെഡിസിൻ എടുക്കുന്നുണ്ട്, പക്ഷെ അതിന് അത് കുറയുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ചുണ്ടും അതുപോലെ തന്നെ ചില ടൈമിൽ എൻ്റെ മുഖം ഫുള്ള് വേറൊരു നിറമായിരിക്കും. തീരെ ബ്ലഡ് ഇല്ലാത്തതുകൊണ്ടാണ്. ചില ടൈമിൽ ഇപ്പോൾ സൂചി അടിക്കാൻ പോകുന്ന ടൈമിൽ തന്നെ, ഇപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ തന്നെ ബ്ലഡ് കിട്ടാറില്ല. അപ്പോൾ അത്രയും കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അപ്പുറത്ത് ഷഹ്മ നിന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. ഞാനും ഷഹ്മയും ക്ലാസ്മേറ്റ്സ് അല്ല, സ്കൂൾ മേറ്റ്സ് ആണ്. അതായത് എൻ്റെ 10ാം ക്ലാസ്സും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പഠിച്ച ഫാർമക്കോളജി പഠിച്ച കോളേജിലാണ് കേട്ടോ. ഓള് DMLT ഓള് പഠിക്കുകയാണ്. കൂടെ ഉള്ളവരൊക്കെ കെട്ടിപ്പോയി ഞാനിങ്ങനെ നടക്കുകയാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾ ആ കമൻറ്റ് എന്നോട് പറയരുത് കേട്ടോ. പിന്നെ വർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. പിന്നെ എന്താ വെച്ചാൽ ഐഫോണിൽ ഷൂട്ട് ചെയ്യല്ലേ, അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ എന്തായാലും കാണും. നമ്മൾ നോർമൽ ഫോണിലും ഐഫോണിലും എടുക്കുമ്പം കുറച്ച് ഓവറായ പോലെയാണ് ഐഫോണിലും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഡിഫറൻസും ഉണ്ടാവും കേട്ടോ. പിന്നെ ബ്രൈഡ്സിന് അതായത് പുതുപണിന് ഇഷ്ടപ്പെട്ട മാതിരി തന്നെയാണ് നമ്മൾ ഓരോന്നും ചെയ്ത് കൊടുക്കുക. ഓലോട് ചോദിക്കും, മേക്കപ്പ് കഴിഞ്ഞിട്ട് മേക്കപ്പിന് മുന്നേ ചോദിക്കും എങ്ങനെ വേണ്ടതെന്നുള്ളത്. ഇനിയിപ്പോൾ ഓൾക്ക് എന്തെങ്കിലും ഓവറോ ബോറായിട്ട് തോന്നുകയാണെങ്കിൽ ഓല് ഇങ്ങോട്ട് പറയാറുണ്ട് ഇതൊന്ന് കുറച്ച് തരുമോ എന്നുള്ളത്. അപ്പോൾ ബ്രൈഡിൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ നമ്മളെല്ലാം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, സ്കാർഫ് എടുക്കുമ്പം എല്ലാ ബ്രൈഡ്സും അപ്കമിങ് ബ്രൈഡ്സ് എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ഹിജാബ് റോൾ ചെയ്യാനുള്ള സ്കാർഫ്, അതായത് ഏറിപ്പോയാൽ നമുക്ക് ഇങ്ങനെ ചുറ്റിയിടാൻ, അതായത് ഓവർ റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായിട്ട് നിൽക്കും. ഞാൻ ചെയ്ത കുറേ വർക്കിലും കുറേ പേര് ഈ ഹിജാബ് തെറ്റിയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ലെങ്ത്ത് കൂടിയാലൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു 2 ബ്രൈഡ് അങ്ങാണ്ടാണ് മുറിച്ച് പാകം വലുപ്പാക്കി എടുത്തത്. പക്ഷേ എനിക്ക് വരുന്ന എൻക്വയറിയിൽ ഞാൻ പറയാറുണ്ട് കേട്ടോ ഇന്ന വലുപ്പത്തിൽ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇവളാണ് കേട്ടോ ഷെഹ്മ, ഇവളാണ് നമ്മളെ ഇന്നത്തെ ബ്രൈഡ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഷെഹ്മനൊന്നും ഒരുക്കാം. ആദ്യം തന്നെ ലെൻസാട്ടോ വെക്കുന്നത്. ഫേസ് ലെൻസൊന്നും ചെയ്തിട്ടില്ല. ഹെയ്സലാണ് കേട്ടോ ലെൻസിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. ഈ ഇവളെ ഒരു സ്കിൻ ടോണിന് ഹെയ്സൽ നന്നായിട്ട് മാച്ചായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പം ഞാൻ പറഞ്ഞ് എടുപ്പിച്ചതാണ് ഹെയ്സൽ തന്നെ വാങ്ങിച്ചാൽ മതി. കാരണം നമ്മളെ സ്കിൻ ടോണ്, അതായത് എൻ്റെ അവളുടെ ഒക്കെ ഒരേപോലത്തെ സ്കിൻ ടോണാണ്. അപ്പം ഏകദേശം മാച്ചായി പോകുന്നത് നമുക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന കളറിലുള്ള തന്നെ എടുത്താൽ മതി എന്നുള്ളത്. അങ്ങനെ അതാ ഓളത് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ വയ്യ ഗായ്സ്, എനിക്കാണെന്നുണ്ടെങ്കിൽ നീച്ച് നിൽക്കാൻ വരെ ആവതില്ലാത്ത ടൈമിൽ പോയതാണ് കേട്ടോ.
കണ്ണിൽ 2 കുരു, അതുപോലെ തന്നെ ഫീവർ, വൈറൽ ഫീവർ ഒക്കെ കൂടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അത്രക്കും വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ഒരൊറ്റ കെടുത്തായിരുന്നു. ഇപ്പോൾ ഒന്ന് എണീക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ അവളെ കാക്ക വന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാളിയൊക്കെ കൂട്ടാ, എന്താണ് ഏതാണ് ഫോൺ വാങ്ങണോ അത് വാങ്ങണോ എന്നൊക്കെ ചോദിച്ചങ്ങാണ്ട്. അപ്പോൾ ഇതാ നമുക്ക് പെട്ടെന്ന് ഷടപടേന്ന് ആക്കട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ 50K ഫാമിലി ആവാൻ വേണ്ടിയിട്ട് പോകണം. ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല കേട്ടോ. കുറേ കുട്ടികൾ എനിക്ക് വിളിക്കുന്നുണ്ട്, കുറേ കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്, താത്ത പാത്തു താത്ത അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. എല്ലാവരോടും എനിക്ക് എന്താ പറയുക, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ, ഇൻഷാ അല്ലാ. പിന്നെ പറയാനുള്ളത്, കുറേ പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. പറയുന്നവർ പറയൂ കേട്ടോ, കാരണം ഒരു ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അതൊന്നും തലയിലോട്ട് എടുക്കുന്നില്ല. പിന്നെ കുറ്റം കുറവില്ലാത്തതായിട്ട് ആരുമില്ല. നമ്മൾ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് വരുമ്പോൾ തന്നെ എല്ലാം പഠിച്ചിട്ടല്ല കേട്ടോ വരല്. എല്ലാം നമ്മൾ ഭൂമിയിലെത്തിയിട്ടാണ് ഓരോ കാര്യങ്ങളും മെച്ചപ്പെടുത്തി പഠിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഓക്കെ ആയില്ലെങ്കിൽ നമ്മൾ പിന്നെ അത് ഓക്കെ ആക്കി എടുക്കും. അങ്ങനത്തെ ഒരു മൈൻഡാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഒന്നും പറയാനില്ല. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കിയ എല്ലാവരോടും താങ്ക്സ്. നമ്മൾ 50K ആകുമ്പം ഒരു കേക്ക് മുറിച്ച് ഒരു കുട്ടി സെലിബ്രേഷൻ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മെൻ്റലി ഫിസിക്കലി കുറച്ച് സുഖമില്ല, മൈഗ്രെയിനും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രോപ്പറായി ഇപ്പോൾ വീഡിയോസൊന്നും ഇടാത്തത് കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ ഇടാം. പിന്നെ ഇപ്പോൾ എന്താ പറയാനുള്ളത്, അപ്പം അത്രയ്ക്കുള്ളൂ. ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇവളെ മെച്ചി പൊറാട്ടയും നല്ല അടിപൊളി കോഴിക്കറി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് പള്ള നിറച്ച് തിന്നിട്ടാണ് കേട്ടോ അവിടുന്ന് വന്നത്. എനിക്ക് വീട്ടിലെത്തിയാൽ ഒന്ന് കിടന്നാൽ മതി എന്നായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അത്രക്കും എനിക്ക് വയ്യ. അതിൻ്റെ ഇടയിൽ അവളെ കാക്ക ഇങ്ങനെ വന്നിട്ട് എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോണ് കിട്ടിയില്ല. കൊടുന്ന് തരാണ് കേട്ടോ. ഓളെ കാക്കാൻ്റെ ഫ്രണ്ട് അതന്നെ. അപ്പം കുറച്ച് ദിവസത്തിന് ചിലപ്പോൾ ഞാൻ വീഡിയോസ് ഇടില്ല, കാരണം ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ഏതാണെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ ഓളെ ഫേസ് മേക്കപ്പൊക്കെ കഴിഞ്ഞ്, അല്ല ഐ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഫേസ് പ്രപ്പൊക്കെ കഴിഞ്ഞ് നിർത്തിക്കാണ് കേട്ടോ. ഐബ്രോസ് നമ്മൾ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. ഓളെ നാച്ചുറൽ ഐബ്രോസാണ് കേട്ടോ ഇത്. പക്ഷേ നമ്മൾ ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. വീതി ഒട്ടും കുറക്കാതെ നമ്മളത് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഓളാകെ എന്നോട് അതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പം ഞാൻ തേക്കുന്നത് റോൺസളോണിൻ്റെ ഒരു എന്താ പറയുക ഗ്ലോസറാണ് കേട്ടോ. അതാണ് ഇത്ര തിളക്കത്തിൽ നിൽക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഷെഹ്മൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇട്. ഇതാണ് കേട്ടോ നോർമൽ ക്യാമറ. എനിക്ക് തോന്നുന്നു നേരിട്ട് കാണുമ്പോൾ ഓളെ സ്കിൻ ടോണിന് മാച്ചായിട്ടുള്ള ഒരു ലുക്കാണ്. ഓളെ കൈയും ഓളെ ഫേസും വെച്ച് നോക്കുമ്പം ഓക്കെ ആയിട്ടാണ്. ഐഫോണിൽ വന്നപ്പം കുറച്ചും കൂടി. പിന്നെ ഞാൻ പൊറാട്ടയും, ഞാൻ പറഞ്ഞില്ലേ പൊറാട്ട ചിക്കൻ കറി കഴിച്ചിട്ട് ഞാൻ നേരെ പോവുകയാണെന്ന് പറഞ്ഞു. കാരണം എനിക്ക് കല്യാണത്തിൽ നിൽക്കാനൊന്നും വയ്യ. പിന്നെ ഒന്നാമത് കാര്യം ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടില്ല, മര്യാദക്കുള്ള ഡ്രസ്സ് ഇട്ടിട്ടില്ല. വീട്ടിലുള്ള ഒരു പുതിയതാണ്, പക്ഷേ പാർട്ടിക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റിയതല്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് ഗായ്സ്. എനിക്ക് അത്രയും വയ്യ, ഞാൻ വണ്ടിയിലിരുന്ന് പുഞ്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ഒന്ന് കിടക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ, ബൈ ഉമ്മ.